Hi, I'm Swati. I'm here to take my seminar, and the topic is serverless computing. If there are any mistakes, I'm apologize to all. സെർവർലെസ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. അബ്സ്ട്രാക്റ്റിൽ പറയുന്നത് ക്ലൗഡ് വെണ്ടേഴ്സ് ഓഫർ ചെയ്യുന്ന വെറൈറ്റി ഓഫ് സെർവർലെസ് ടെക്നോളജീസ് ആണ്. അവർ പ്രൊമിസിങ് ചെയ്യുന്നത് ഹൈ അവൈലബിലിറ്റി ആൻഡ് ഡൈനാമിക് സ്കെയിലിംഗ് വൈൽ റിഡ്യൂസിങ് ഓപ്പറേഷണൽ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. സെർവർലെസ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഫങ്ഷൻ ആസ് എ സർവീസ് ഫാസ് അത് അവർ അഡ്വർടൈസ് ചെയ്യുന്നത് ദേ ആർ good candidate for web application, data process and backend services where you pay for usage only. ഇതൊരു വെർച്വൽ മെഷീൻ പോലെ അല്ലാതെ അവർ വന്നത് ഓട്ടോമാറ്റിക് റിസോഴ്സ് പ്രൊവിഷനിങ്, അലോക്കേഷൻ, പ്രൊവൈഡിങ് ഇലാസ്റ്റിക്, ഓട്ടോമാറ്റിക് സ്കെയിലിംഗ് വെച്ചിട്ടാണ്. അവർ റിസൾട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷൻ വിത്ത് സ്പെസിഫിക് സെർവർലെസ് കാൻഡിഡേറ്റ്, വെബ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്, വെബ് API ഡിപ്ലോയ്ഡ് ഓൺ വെർച്വൽ മെഷീൻ, ഫങ്ഷൻ ആസ് എ സർവീസ് ആയിട്ടായിരിക്കും. ഇവർ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർ ഡിപ്ലോയ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അവർ കോൺട്രാസ്റ്റ് ചെയ്തിട്ടാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ വേരിയിങ് നമ്പർ ഓഫ് കൺകറൻറ്റ് യൂസേഴ്സ് ഫോർ മെഷറിങ് റെസ്പോൺസ് ടൈം ആൻഡ് കോസ്റ്റ്. ഇതിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് റെസ്പോൺസും അല്ലെങ്കിൽ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഡിപ്ലോയ്മെൻറ്റ്സും വെൻ VMS ആർ കോൺഫിഗേർഡ് ആയിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. They are expected load test scenarios within the fast hardware limitations. ഇതിൽ higher number of concurrent users അല്ലെങ്കിൽ unexpected usersൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് effortlessly handled by fast അല്ലെങ്കിൽ additional labor must invested in VMS in equivalent result. ഇതിൽ ഒരു ക്ലിയർ ചോയ്സും അവർ കൊണ്ടുവരുന്നില്ല. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണത്. ഒരു ക്ലിയർ ചോയ്സും ഇതിൽ വരുന്നില്ല ഫോർ വെബ് API ആപ്ലിക്കേഷൻസ് ബിക്കോസ് ദേ നീഡ്സ് ടു മെഷർ കോസ്റ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ഓൾ കമ്പോണൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഫാസ്. ഇനി അടുത്തതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷനിൽ സെർവർലെസ് വന്നത് ഈ ക്ലൗഡ് സൊല്യൂഷൻ കൺവിൻസിങ് ആയിട്ടാണ് അല്ലെങ്കിൽ അവർ ഇൻഫ്ലുവൻസിങ് ചെയ്തിട്ടാണ് ഫോർ എനി ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ പ്രൊമിസിങ് ടു അവോയ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസ്. എല്ലാ മേജർ ക്ലൗഡ് പ്രൊവൈഡേഴ്സും എനി ടൈപ്സ് ഓഫ് പ്ലാറ്റ്ഫോംസിൽ ഇൻവെസ്റ്റഡ് ആയിട്ടായിരിക്കും. ഇതിൽ അഡ്വർടൈസ്ഡ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സെർവർ മെയിൻ്റനൻസ്, ഓട്ടോ സ്കെയിലിംഗ്, പേപ്പർ യൂസേജ്, ഹൈ അവൈലബിലിറ്റി വെച്ചിട്ടായിരിക്കും. Serverless covers resources that are computing, database, storage, string processing, message queuing, etc. മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത് ഫാസ്റ്റിലുള്ള കമ്പ്യൂട്ടിങ്ങിലൊക്കെ ആയിരിക്കും. ഇതൊരു വെർച്വൽ മെഷീൻ പോലെ അല്ലാതെ പ്രൊവൈഡർ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് റിസോഴ്സ് പ്രൊവിഷനിങ്, അലോക്കേഷനിലായിരിക്കും. ഇവർ പെർ സെക്കൻഡ് GB ഓഫ് മെമ്മറി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഫാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പെർ ഇൻവൊക്കേഷനിൽ ബിൽഡായിരിക്കും. ഓൾസോ ദേ ആർ മെഷർഡ് ഡ്യൂറിങ് ആക്ച്വൽ ഇൻവൊക്കേഷൻ. ഈ ഫാസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബാക്കെൻഡ്സ് ഇൻക്ലൂഡിങ് വെബ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസസ്, വെബ് APIയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ ഇവർ ഡിപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് VMS വിത്ത് അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊവിഷൻസ് അല്ലെങ്കിൽ കോൺഫിഗറിങ് അണ്ടർലൈൻ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടായിരിക്കും. ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് ആയിരിക്കും. അതായത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടു ഫൈൻഡ് ബെസ്റ്റ് വേ ഓഫ് ഇംപ്ലിമെൻറ്റിങ് അല്ലെങ്കിൽ ഡിപ്ലോയിങ് എ വെബ് API ഇൻ ടു ക്ലൗഡ്. അവർ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു യൂസേഴ്സ് പ്രിസൈസ്ലി പെർഫോമൻസ് നടത്തുന്നത് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഇതിൽ ത്രീ ടൈപ്സ് ഓഫ് ഡിപ്ലോയ്മെൻറ്റ്സ് ഓൺ ക്ലൗഡ്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ മോണോലിത്തിക് ഓൺ വെർച്വൽ മെഷീൻ, മൈക്രോ സർവീസ് ഓൺ വെർച്വൽ മെഷീൻ ആൻഡ് ദെൻ ഫാസ്റ്റ്. ഇനി വരുന്ന ടോപ്പിക്കാണ് ഡിഫൈനിങ് ഓഫ് സെർവർലെസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൾട്ടാണ്. ഈ ഒരു സെർവർലെസ് എന്ന് പറഞ്ഞ ഒരു ടേം എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. ആൻഡ് ദെൻ ഓവർലാപ്പിനാണെങ്കിലും ഇപ്പോൾ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്നതായിട്ട് അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സെർവർലെസ് എന്ന് പറയുന്ന ആ ഒരു ടേം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ ഒരു വേ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്. അതായത് ടു കൺസിഡർ ദ വേരിയസ് ലെവൽസ് ഓഫ് ഡെവലപ്പർ കൺട്രോൾസ്. ഇപ്പോൾ ഡെവലപ്പർ ഈസ് ദ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊവിഷനിങ് ഹാർഡ്വെയർ ഓർ VMS. ഇപ്പോൾ ഡെവലപ്പർ ആക്സസ് ഫോർ ഫുൾ ആപ്ലിക്കേഷൻസ് ഓർ പ്രീ പാക്കേജ്ഡ് കമ്പോണൻറ്റ്സ്. ഇനി വരുന്നതാണ് ആർക്കിടെക്ചർ ആൻഡ് ഫിഗർ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് ഇപ്പോൾ സെർവർലെസ് സ്റ്റാർട്ടിങ് വിത്ത് നെയിം, അതിന് കുറേ മിസ്കൺസെപ്ഷൻസ് വരുന്നുണ്ട്.
അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെർവർലെസ്സിൽ വരുന്ന കുറേ കോർ ക്യാപ്പബിലിറ്റീസ് അതിൻ്റെ ഫിഗേഴ്സിൽ അത് ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇവൻറ്റ് പ്രോസസ്സിംഗ് സിസ്റ്റംസ് ഒക്കെ അതിൽ ആ ഒരു ഫിഗറിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഒക്കെ ഇത് കുറേ മാനേജ് ചെയ്യുന്നുണ്ട്. അത് HTTPയിലേക്ക് സെൻഡും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടിയാണ്. ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ക്വിക്ക് ആയിരിക്കും, പിന്നെ എഫിഷ്യൻ്റ് ആയിരിക്കും. പിന്നെ പറയുന്നത് ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ മസ്റ്റ് കൺസിഡർ ഹൗ ടു സ്കെയിൽ ആൻഡ് ഹൗ ടു മാനേജ് ഫെയിലിയേഴ്സ്. പിന്നെ ഇതാണ് സെർവർലെസ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പിന്നെ ദെൻ വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത് കോസ്റ്റാണ് ഫസ്റ്റ് വൺ വരുന്നത്. കോസ്റ്റിൽ ഈ സെർവർലെസ് ഫങ്ഷൻസിൻ്റെ ആ ഒരു റണ്ണിങ് ടൈമിൽ അതിൻ്റെ യൂസേജ് എപ്പോഴും മെഷേർഡ് ആയിരിക്കും. പിന്നെ യൂസർ പേ ഫോർ ദ ടൈം, റെസ്പോൺസ് ആൻഡ് റിസോഴ്സ് ടു ബി യൂസ്ഡ് ആയിരിക്കും. അവരുടെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് 0 ഇൻസ്റ്റൻസസിലും അവർ കീ ഡിഫറൻഷ്യേറ്റഡ് ആയിരിക്കും അണ്ടർ ദ സെർവർലെസ് പ്ലാറ്റ്ഫോം. ഇതിൻ്റെ പെർഫോമൻസ് ലിമിറ്റ്സ് ആണ് നെക്സ്റ്റ് വരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിന് ലോട്ട്സ് ഓഫ് ലിമിറ്റ്സ് ആണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഈ സെർവർലെസ് സർവീസസിന് കൺകറൻറ്റ് റിക്വസ്റ്റ്, മാക്സിമം മണി, അവൈലബിലിറ്റി, CPU റിസോഴ്സസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ യൂസറിൻ്റെ ഗ്രോത്തിനായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഇതിൽ വരുന്നത് സെർവർലെസ് സർവീസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ലാംഗ്വേജസ് ആണ് ജാവ, പൈത്തൺ, C#, ബാഷ്, അങ്ങനെ കുറേ ലാംഗ്വേജസ് വരുന്നുണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമിലും മോർ ദാൻ 1 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സപ്പോർട്ടഡ് ആയിരിക്കും. പിന്നെ പറയുന്നത് പ്രോഗ്രാമിംഗ് മോഡലാണ്. അതായത് സെർവർലെസ് ഫംഗ്ഷൻ, അതിൽ വരുന്ന സെർവർലെസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെയിൻ ഫംഗ്ഷൻ ആണെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഡിക്ഷണറി എന്ന് പറയുന്നത് ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഡിക്ഷണറി തന്നെ അതിൻ്റെ ഔട്ട്പുട്ടും ക്രിയേറ്റ് ചെയ്തോളും. പിന്നെ കമ്പോസിബിലിറ്റി ആണ് നെക്സ്റ്റ് വൺ വരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു എബിലിറ്റിയാണ്. ഒരു സെർവർലെസ് ഫംഗ്ഷനിൽ നിന്നും മറ്റൊരു സെർവർലെസ് ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി. ചില പ്ലാറ്റ്ഫോംസിന് അത് ഹയർ ലെവലായിരിക്കും അതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോം ഓൾവേസ് ട്രൈങ് ടു മേക്ക് സിമ്പിൾ ആൻഡ് പോസിബിൾ. പിന്നെ വരുന്നത് സെക്യൂരിറ്റി ആൻഡ് അക്കൗണ്ടിങ്. സെർവർലെസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു മൾട്ടി ടെനൻ്റ് ആണ്. അതുകൊണ്ട് ഇതിന് ബിറ്റ്വീൻ യൂസേഴ്സിന് ഫങ്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പ്രൊവൈഡ് ചെയ്യും. പിന്നെ വരുന്നത് മോണിറ്ററിങ്, ഡീബഗിങ്. എല്ലാ പ്ലാറ്റ്ഫോംസിലും ഈ ഒരു ബേസിക് ഡീബഗിങ് ആയിട്ടുള്ള ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഈ ഒരു സപ്പോർട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് എക്സിക്യൂഷൻ ലോഗിൽ അവർ റെക്കോർഡഡ് ആവുന്നുമുണ്ട്. പിന്നെ വരുന്നതാണ് കൊമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് സെർവർലെസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആമസോൺ അല്ലെങ്കിൽ AWS ലാംഡയാണ്. ഇവർ തന്നെയാണ് കീ ഡയമെൻഷൻസ് എന്നും പറയുന്നത്. ഇതിൽ ലാർജ് AWS എക്കോസിസ്റ്റമാണ്. അതുകൊണ്ട് നമുക്ക് ലാംഡ ഫങ്ഷൻസ് ഈസി ടു യൂസ് ആയിരിക്കും. ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ബേസിക് ഫങ്ഷൻസ് ആണ് ആൽഫ, റിലീസ്, പിന്നെ ഗൂഗിൾ ക്ലൗഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നത് PHP, ജാവ, പൈത്തൺ, ബാഷ് എക്സെട്ര അങ്ങനെ കുറേ ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ന്യൂ ആൻഡ് അപ്കമിങ് പ്ലാറ്റ്ഫോംസ് ആണ്. എന്ന് പറഞ്ഞാൽ ലോട്ട്സ് ഓഫ് സെർവർലെസ് പ്രൊജക്ട്സ് വരുന്നുണ്ട്. അതിൻ്റെ റേഞ്ചിങ് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റിൽ നിന്നും വെണ്ടേഴ്സ് വരയ്ക്കുകയാണ്. അത് ഒരു നാച്ചുറൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സം സെർവർലെസ് സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നത് കമ്പനീസ് തന്നെയായിരിക്കും സെർവർലെസ് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ വരുന്നത് ഈ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ്, അതായത് ലിവർ റോസിൽ വരുന്ന കമ്പ്യൂട്ടിംഗ് റിസോഴ്സുകളൊക്കെ നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് റിപ്പീറ്റഡ് ഫങ്ഷൻസിനെയൊക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഈസിലി ആയിട്ട്. ആൻഡ് ആ റൺ ടൈം പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യാനും പറ്റും. പിന്നെ വരുന്നതാണ് കറണ്ട് സ്റ്റേറ്റ് ഓഫ് സെർവർലെസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതിൽ ഈ ബിറ്റ്വീൻ സെർവർലെസ് പ്ലാറ്റ്ഫോം ഹാവ് മെനി കോമണാലിറ്റീസ് വരുന്നുണ്ട്. അവർ ഷെയർ ചെയ്യുന്ന മെയിൻ കോമണാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്ലോയ്മെൻറ്റ്സ്, പ്രോഗ്രാമിംഗ് മോഡൽസ് ഒക്കെ ആയിരിക്കും. അതിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ക്ലൗഡ് എക്കോസിസ്റ്റം ആയിരിക്കും. ഇപ്പോൾ ഓൺ എക്കോസിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ടു യൂസ് ആയിരിക്കും, അതർവൈസ് ടഫ് ആയിരിക്കും. പിന്നെ വരുന്നത് ബെനിഫിറ്റ്സ് ആൻഡ് ഡ്രോബാക്സ് ആണ്. ഇതിൽ വരുന്ന ആദ്യത്തേതെന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് തന്നെയായിരിക്കും. അതായത്
ഇപ്പോൾ ഈ സെർവർലെസ് പാരാഡിഗം എന്ന് പറയുന്നത് ഒരു ഈക്വൽ അഡ്വാൻറ്റേജസ് കൺസ്യൂമേഴ്സിനും പ്രൊവൈഡേഴ്സിനും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ്ലെസ് പ്രോഗ്രാമിംഗ് മോഡലാണെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ സ്റ്റാക്കിൽ കുറേയൊക്കെ കൺട്രോൾ വരുത്തുന്നുണ്ട്. അതൊരു ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. പിന്നെ ഇത് സെക്യൂരിറ്റി പാച്ചസിലൊക്കെ ഒരുപാട് ട്രാൻസ്പെറൻറ്റ് ഡെലിവറൊക്കെ നടത്തുന്നുണ്ട്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒപ്റ്റിമൈസ് ആക്കുന്നുണ്ട്. പിന്നെ വരുന്ന ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസ്യൂമേഴ്സിനും പ്രൊവൈഡേഴ്സിനും ഈക്വലി ഡിസഡ്വാൻറ്റേജസും ഇതിൽ വരുന്നുണ്ട്. അതായത് ഈ പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുന്ന ഫാസ് മോഡൽ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമാണ് ഈ ഫാസ് മോഡൽ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ചില ആപ്ലിക്കേഷൻസിൽ ഇത് കൺസ്ട്രെയിൻസ് ഒക്കെ എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. ഇപ്പോൾ ഡെവലപ്പേഴ്സ് മസ്റ്റ് ബി കെയർഫുൾ ടു അണ്ടർസ്റ്റാൻഡ്, അതായത് ഹൗ ടു പ്ലാറ്റ്ഫോം ബിഹേവ്, അതായത് എങ്ങനെയാണ് ഒരു പ്ലാറ്റ്ഫോം ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു പ്ലാറ്റ്ഫോം ഡിസൈൻ ആ ഒരു ക്യാപ്പബിലിറ്റീസ് വെച്ച് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ സെർവർലെസ് കമ്പ്യൂട്ടിംഗ് പോപ്പുലർ ആവുന്നത് ആമസോൺ ഇൻ റീഇൻവെൻറ്റ് 2014 സെഷനിലാണ്. അത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് AWS Lambda. അപ്പോൾ അതർ വെൻഡേഴ്സ് ഫോളോ ഇൻ 2016 with the introduction of Google Cloud Functions, Microsoft Azure Functions, IBM OpenWhisk, അങ്ങനെ കുറേ വരുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടിംഗ് ഓഫ് സെർവർലെസ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ട് വന്ന ഒന്നാണ്. ഇപ്പോൾ എമേർജ്ഡ് ഫോളോയിങ് റീസെൻറ്റ് അഡ്വാൻറ്റേജസ്, അതായത് ഇപ്പോൾ വരുന്ന കുറേയൊക്കെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് വെർച്വൽ മെഷീൻ്റെയും കൂടെയാണ്. അതിൻ്റെ ടെക്നോളജീസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിലും മൊബൈൽ ബാക്ക് ആൻഡ് സർവീസസ് bears a close resemblance to serverless computing. പിന്നെ വരുന്നത് സിസ്റ്റം ലെവൽ ചലഞ്ചസ് ആണ്. സിസ്റ്റം ലെവൽ ചലഞ്ചസിൽ ഫസ്റ്റ് വരുന്നതാണ് കോസ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ കോസ്റ്റ് ആണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫണ്ടമെൻ്റൽ ചലഞ്ചസ് ആണ്. നെക്സ്റ്റ് വൺ കോൾഡ് സ്റ്റാർട്ട് ആണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീ ഡിഫറൻഷിയേറ്റർ ഓഫ് സെർവർലെസ് ആണ്. then ability to scale to zero or not charging customers for time, അതായത് ഒരു ഐഡിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ കോൾ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. പിന്നെ വന്നത് റിസോഴ്സ് ലിമിറ്റ്സ്, അതായത് ഈ സെർവർലെസ് ഫങ്ഷൻസിൽ കുറേ വന്നത് മെമ്മറി, എക്സിക്യൂഷൻ ടൈം, ബാൻഡ്വിഡ്ത്ത്, CPU യൂസേജ്, അങ്ങനെയുള്ള കുറേ ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ സെക്യൂരിറ്റി വരുന്നുണ്ട്. പിന്നെ സ്കെയിലിംഗ്, ഹൈബ്രിഡ് ക്ലൗഡ്സ്, ലീഗസി സിസ്റ്റം, അതായത് നമ്മൾ അത് ഓരോ കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ടുള്ള അത് ഈസി ആയിരിക്കുന്നതും അതിൻ്റെ കുറേ പ്രൈവസി പോളിസീസും ആയിരിക്കും ഇതിൽ വരുന്നത്. പിന്നെ വരുന്നത് കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഒരു ബെറ്ററായിട്ട് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒന്നായിട്ട് കൊണ്ടുവരാനാണ്. ക്ലൗഡിൽ തന്നെ വെബ് APIക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ബെറ്റർ ഡിസിഷനാണ് ഇതിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഇത് ഫോക്കസ് ചെയ്യുന്നത് പെർസെപ്ഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് എൻഡ് യൂസേഴ്സ്. ഇവർ ഫൗണ്ട് ചെയ്യുന്നത് ദാറ്റ് ആർ നോ കൺസിഡറബിൾ റെസ്പോൺസ് ബിറ്റ്വീൻ ഡിപ്ലോയ്മെൻറ്റ്സ് വെൻ VMS പ്രോപ്പർലി കോൺഫിഗർഡ് വിത്ത് റെസ്പെക്ട് ടു ലോഡ് യൂസേജ് പ്രഡിക്റ്റബിലിറ്റി. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്നൊക്കെ പറയുന്നത് വെൻ ഡിസൈഡിങ് ബിറ്റ്വീൻ ഡിപ്ലോയ്മെൻറ്റ്സ്. വൺസ് അതർ ഹാൻഡ് വെൻ പേലോഡ് ഇൻക്രീസ് സ്കെയിലിംഗ് ഡസ് നോട്ട് ഹെൽപ്പ് ആൻഡ് VMS ക്യാൻ പ്രൊവൈഡ് മോർ unused raw power as opposed to fast